നമസ്കാരം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ കോക്രോച്ച് ജനതാ പാർട്ടി ഭാവി രാഷ്ട്രീയ പ്രക്ഷോഭ തന്ത്രങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് സ്ഥാപകൻ അഭിജിത് ദീപ്കെ അറിയിച്ചു. ജന്തർ മന്ദറിലെ സമരം വിജയകരമായി പൂർത്തിയായതിനു പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയതലത്തിലെ സമരങ്ങൾക്ക് ശേഷം പഞ്ചാബിൽ റിപ്പോർട്ട് ചെയ്ത ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിലും CJP ശക്തമായി ഇടപെടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഫാർമസി ഓഫീസർ നിയമന പരീക്ഷ ഉൾപ്പെടെ പഞ്ചാബിൽ അടുത്തിടെ നടന്ന വിവിധ മത്സര പരീക്ഷകളിൽ വലിയ രീതിയിൽ ചോദ്യപേപ്പർ ചോർന്നതായി ആരോപണമുണ്ട്. ഈ വിഷയത്തിൽ വ്യക്തമായ പദ്ധതി തയ്യാറായി വരികയാണെന്നും ഉടൻ തന്നെ പാർട്ടി നിലപാട് വ്യക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIRകൾ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് CJP ആവശ്യപ്പെട്ടു. വിഷയത്തിൽ നിയമോപദേശം തേടുന്നതിനും തുടർ നടപടികൾക്കുമായി അഭിജിത് ദീപ്കെ മുതിർന്ന അഭിഭാഷകനും രാജ്യസഭാ MPയുമായ കപിൽ സിബലുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം CJP നടത്തിയ പാർലമെന്റ് മാർച്ചിനു നേരെ പോലീസ് നടത്തിയ ക്രൂരമായ നടപടികൾക്കെതിരെ സുപ്രീം കോടതിയിൽ പുതിയ ഹർജി ഫയൽ ചെയ്തു. പോലീസിനും കേന്ദ്രസേനയ്ക്കുമെതിരെ കേസെടുക്കണമെന്നും കോടതി മേൽനോട്ടത്തിൽ നിഷ്പക്ഷാന്വേഷണം വേണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ഡൽഹിയിൽ CJPയുടെ പാർലമെന്റ് മാർച്ചിനെ നേരിട്ടതിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി സേനയുടെ ആഭ്യന്തര അവലോകനത്തിൽ കണ്ടെത്തി. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെ പെല്ലറ്റ് ഗണ്ണോ ഇലക്ട്രിക് ഷോക്കോ പ്രയോഗിക്കേണ്ട യാതൊരു സാഹചര്യവും അവിടെയില്ലായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. മാർച്ചിനെ നിയന്ത്രിക്കാൻ വിന്യസിച്ച ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നില്ല. പല സേനാംഗങ്ങളും സ്വയം സുരക്ഷയ്ക്കുള്ള മാനദണ്ഡങ്ങൾ പോലും പാലിച്ചിരുന്നില്ലെന്ന് CRPF നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. ഇതിനെ തുടർന്ന് RAF ഇൻസ്പെക്ടർ ജനറൽ വിളിച്ച യോഗത്തിൽ പുതിയ ഉത്തരവുണ്ടാകുന്നതുവരെ പെല്ലറ്റ് ഗൺ, ഇലക്ട്രിക് ഷീൽഡ്, റയറ്റ് ഗൺ എന്നിവ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. ദ്രുതകർമ്മ സേനയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രൊഫഷണൽ രീതിയിലുള്ള അവലോകനം ഉണ്ടാകുമെന്ന് CRPF DG ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് അറിയിച്ചു. സമരത്തിനിടയിലുണ്ടായ പെല്ലറ്റ് പ്രയോഗത്തിൽ മാധ്യമപ്രവർത്തകൻ ഉൾപ്പെടെ 3 പേർക്ക് ഗുരുതരമായി പരിക്കുപറ്റി. കല്ലേറിൽ ചില സേനാംഗങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം അക്രമത്തിനിടയിൽ പരിക്കേറ്റ് RML ആശുപത്രിയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു.